ഈ സെയിൽസ് കൂട്ടാൻ നമ്മുടെ ബിസിനസ് കൂട്ടാനുള്ള 7 ടിപ്സാണ് ഇന്ന് സംസാരിക്കുന്നത്. അഥവാ ഒരു സെയിൽസ്മാൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണർ സെയിൽസ് കൂട്ടാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയുള്ള ഒരു വ്യക്തിയാവണം, ഇങ്ങനെയുള്ള 7 പ്രാക്ടിക്കൽ സീക്രട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. അൻസാർ മുഹമ്മദ് വിത്തിയും ഏറ്റവും ഒന്നാമത്തെ ഒരു പ്രധാനമായ കാര്യം നമ്മൾ വളരെ സീരിയസ് ആവുക എന്നുള്ളതാണ്. സെയിൽസിൽ നമ്മൾ വളരെ സീരിയസ് ആയിരിക്കണം. അങ്ങനെ വരുമ്പോഴേ നമുക്ക് നമ്മുടെ ഫോക്കസ് കിട്ടുകയുള്ളൂ. അങ്ങനെ വരുമ്പോഴേ നമുക്ക് ബിസിനസ് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഒരു സീരിയസ് ആവണമെന്ന് പറഞ്ഞത്, നമ്മൾ എപ്പോഴും നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഫീൽഡിൽ നമ്മൾ ഏത് ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത് ആ മേഖലയിൽ ടോപ്പ് 10% ആളുകളിൽ എത്തിച്ചേരണമെന്ന ആഗ്രഹമാണ് ആദ്യം നമുക്ക് വേണ്ടത്. അഥവാ ഒരു ചെറിയ കളിയല്ല, നമ്മുടെ ഫീൽഡിൽ ഏറ്റവും ടോപ്പിലെത്തണം. അപ്പോൾ അതിനെന്താ വേണ്ടത്? നമ്മുടെ ഫീൽഡിനെ കുറിച്ച് പഠിക്കണം, അതിൽ ഫോക്കസ് ആവണം, അതിൽ നല്ലവണ്ണം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകണം. അത് നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം. ഈ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന ഒരു സെയിൽസ്മാൻ ഞാനായിരിക്കണം, അല്ലെങ്കിൽ ഈ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് കൊണ്ടുവരുന്നത് എൻ്റെ കമ്പനിക്കായിരിക്കണം. അഥവാ അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുകയുള്ളൂ. നമുക്ക് കുറേ കമ്മീഷൻ കിട്ടും, നമുക്ക് ഒരുപാട് പണം കിട്ടും, നമ്മുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റും, നമുക്ക് നമ്മുടെ കമ്പനി ഡെവലപ്പ് ആകും. അപ്പോൾ നമ്മൾ ടോപ്പ് 10% എത്തണമെന്ന ഒരാഗ്രഹമാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി നമ്മളിങ്ങനെ എപ്പോഴും ബെറ്റർ ആയിക്കൊണ്ടേയിരിക്കണം. ഓരോ ദിവസവും നമ്മൾ ബെറ്റർ ആയിക്കൊണ്ടേയിരിക്കണം. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ന് നമ്മുടെ ഫീൽഡിൽ ഏറ്റവും ടോപ്പിലുള്ള ആളുകൾ ഒരു കാലത്ത് ഏറ്റവും താഴെ 10% ആളുകളായിരുന്നു, ഏറ്റവും താഴെയായിരുന്നു അവർ. പക്ഷേ ഇന്ന് അവർ നിരന്തരം വർക്ക് ചെയ്ത് സീരിയസ് ആയി അവർ ആക്ഷൻ എടുത്തതിൻ്റെ ഫലമാണ് ഇന്ന് ഏറ്റവും ടോപ്പിൽ അവർ നിൽക്കുന്നത്. അപ്പം എല്ലാവരും ഒരു കാലത്ത് ഏറ്റവും താഴെയായിരുന്നു, പിന്നെ അവർ ഡെവലപ്പ് ചെയ്ത് ടോപ്പ് 10%-ൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യവും അതായിരിക്കണം. എൻ്റെ ഇൻഡസ്ട്രിയിൽ ഞാൻ നിൽക്കുന്ന ഈ ബിസിനസ്സിൽ ഏറ്റവും ടോപ്പ് 10 കമ്പനി എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് 10 സെയിൽസ്മാൻ എടുത്ത് നോക്കിയാൽ അത് ഞാനായിരിക്കണമെന്ന ഒരു ഗോളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒന്ന്, ഗെറ്റ് സീരിയസ്. നമ്മൾ ഇത് സീരിയസ് ആയിട്ട് തന്നെ ഈ ഒരു സെയിൽസിനെ കാണുക എന്നതാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഐഡൻറ്റിഫൈ ദ സ്കിൽ വിച്ച് ഈസ് ഹോൾഡിങ് അസ്. നമ്മൾ മുന്നോട്ട് പോകുന്നതിനെ തടയുന്ന സ്കില്ലുകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ചില ആളുകൾക്ക്, അപ്പം സെയിൽസിൽ നമുക്കറിയാം റിസൾട്ട് കൊണ്ടുവരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ പുതിയൊരു പ്രോസ്പെക്റ്റിംഗ്, പുതിയൊരു ക്ലയൻസിനെ കൊണ്ടുവരുന്ന വിഷയത്തിൽ നമ്മൾ വീക്കാണോ, അപ്പം നമ്മൾ അതിലാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പം അത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം. എനിക്ക് ഈ പ്രോസ്പെക്റ്റിങ്ങിൽ ഞാൻ കുറച്ച് വീക്കാണ്, അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം, അതുമായി ബന്ധപ്പെട്ട ആളുകളോട് സംസാരിക്കണം, അപ്പോൾ അതിൽ വർക്ക് ചെയ്യണം. കാരണം മറ്റുള്ള മേഖലയിലൊക്കെ നമ്മൾ സ്മാർട്ടാണ്. അപ്പോൾ നമ്മുടെ വിജയത്തെ തടയുന്ന ഒരു പ്രധാനമായ ഘടകം ഈ പ്രോസ്പെക്റ്റിങ്ങിനുള്ള കഴിവില്ലായ്മയാണ്. പുതിയ ക്ലയൻറ്റിനെ കൊണ്ടുവരുന്നിടത്ത് നമ്മൾ വീക്കാണ്. അല്ലെങ്കിൽ ചില ആളുകളുടെ പ്രശ്നമാണ് പ്രസൻറ്റേഷൻ കൊടുക്കാൻ പറ്റില്ല. ഒന്ന്, നല്ല പ്രസൻറ്റേഷൻ അവരുടെ കയ്യിലില്ല. 2, പ്രസൻറ്റേഷൻ വളരെ സ്മാർട്ടായിട്ട് കൺവിൻസ് ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല. അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ പ്രസൻറ്റേഷനും കൂടെ ഉഷാറായാൽ എനിക്ക് ടോപ്പ് 10% പീപ്പിൾ, അഥവാ ടോപ്പ് 10 പീപ്പിളിൽ എനിക്ക് എത്താൻ പറ്റും. അപ്പോൾ ഞാൻ പ്രസൻറ്റേഷൻ എങ്ങനെയാണ്, എൻ്റെ പ്രസൻറ്റേഷൻ നല്ലതാണോ, എൻ്റെ പ്രസൻറ്റേഷൻ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നതാണോ, ഇൻസ്പയർ ചെയ്യുന്ന, ക്ലയൻറ്റിനെ വാങ്ങാൻ പ്രചോദിപ്പിക്കുന്നതാണോ എന്ന് നമ്മൾ വിലയിരുത്തണം. എന്നിട്ട് നമ്മൾ അതിന് പ്ലാൻ ചെയ്ത് വർക്കൗട്ട് ചെയ്യണം. ചില ആളുകൾക്ക് എല്ലാം കഴിയും, പക്ഷേ സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ക്ലോസിങ് സ്കില്ലാണ് പഠിക്കേണ്ടത്. നമ്മുടെ ട്രെയിനിങ്ങിൽ നമ്മൾ 21 ക്ലോസിങ് മെത്തേഡ്സാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഈ 21 മെത്തേഡ്സിൽ ഏകദേശം എല്ലാ സാഹചര്യങ്ങളും ഉൾക്കൊള്ളും. അപ്പം ആ ഒരു 21 ക്ലോസിങ് സ്കില്ല് പഠിക്കുക എന്നുള്ളതായിരിക്കണം അയാളുടെ ലക്ഷ്യം. അപ്പോൾ അത് നിരന്തരം പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്ത് ആ രൂപത്തിൽ എങ്ങനെ സെയിൽസ് ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ്. ചില ആളുകൾക്ക് ഈ ക്ലോസ് ചെയ്യും, കസ്റ്റമർ സർവീസ് കൊടുക്കില്ല, പിന്നെ അവർ വാങ്ങില്ല നമ്മളടുത്ത് നിന്ന്, പിന്നെ അവർ എൻക്വയറി പോലും തരില്ല. അപ്പം അവരെ നല്ല കസ്റ്റമർ ഫോളോ അപ്പ് എങ്ങനെ കൊടുക്കണം. അപ്പം നമ്മുടെ ട്രെയിനിങ്ങിൽ ഒരു വലിയ സെഷൻ മുഴുവനും ഈ ഫോളോ അപ്പ്, പിന്നെ കസ്റ്റമർ സർവീസിനെ കുറിച്ചാണ്. അഥവാ ഒരു ക്ലയൻറ്റ് നമുക്കൊരു വർക്ക് തന്നാൽ ഇനിയും അവർ എങ്ങനെ വർക്ക് തരണം, അതാണ് ആ രണ്ടാമത്തെ പ്രധാനമായ കാര്യം. അപ്പം ഒന്ന്, ഞാൻ പറഞ്ഞത് വളരെ സീരിയസ് ആവണം, ടോപ്പ് 10%-ൽ എത്തണമെന്ന ഒരാഗ്രഹം നമുക്ക് വേണം. രണ്ടാമത് ഞാൻ പറഞ്ഞത്, നമ്മുടെ സ്കില്ലുകൾ എന്തൊക്കെയാണെന്ന് നോക്കുക. അതിൽ ഏറ്റവും വീക്കായ, നമ്മുടെ വിജയത്തെ തടയുന്ന ഒരു സ്കില്ലുണ്ടായിരിക്കും. ആ സ്കില്ല് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൽ പ്ലാൻ ഉണ്ടാക്കി വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും സക്സസ് ആയ ആളുകളോട് കൂടെയുള്ള സഹവാസമാണ്
നമ്മളെ ഒരു വിജയിയാക്കി മാറ്റുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിൽ എപ്പോഴും പോസിറ്റീവുള്ള, നീ ഉഷാറാവണം എന്നാഗ്രഹിക്കുന്ന സുഹൃത്തുക്കളാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. അല്ലാതെ നിന്നെ കൊണ്ടത് പറ്റത്തില്ല, നടക്കത്തില്ല, ഒക്കത്തില്ല, അതല്ല വേണ്ടത്. നിനക്കത് പറ്റും, നീ ഉഷാറാണ്. അഥവാ നിന്റെ ഓരോ വിജയങ്ങളിലും ആഹ്ലാദിക്കുന്ന, നിന്റെ ഓരോ പ്രതിസന്ധികളിലും കൂടെ നിൽക്കുന്ന, അവരും ജീവിതത്തിൽ വിജയിച്ച അങ്ങനത്തെ ഒരു കട്ട ഫ്രണ്ട്സ്, ഈ ചങ്ക് ബ്രോ എന്ന് പറയുന്നതാണ്. അല്ലാതെ വെറുതെ ഉള്ള പണം ഇവ അടിച്ചു പൊളിച്ച് അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് വെറുതെ സമയം കളയുന്ന ചങ്ക് ബ്രോസ് അല്ല നമുക്ക് വേണ്ടത്. നമ്മൾ നല്ല വിജയിച്ച ആളുകളോട് കൂടെയുള്ള സഹവാസം. അപ്പോൾ സെയിൽസിലാണെങ്കിൽ, ബിസിനസ്മാൻ ആണെങ്കിൽ അദ്ദേഹം നല്ല ബിസിനസ് ചെയ്യുന്ന, അദ്ദേഹത്തെക്കാൾ വിജയിച്ച ബിസിനസ്മാൻമാരുമായിട്ടുള്ള ഒരു നെറ്റ്വർക്കിംഗ് ആണ് എപ്പോഴും വേണ്ടത്. അപ്പോൾ നമ്മുടെ സെയിൽസ് ട്രെയിനിങ്ങിന് വരുന്ന ആളുകളിൽ ഒരുപാട് ബിസിനസ്മാൻമാരുണ്ടാവും. പിന്നെ അവരൊരു വലിയ ഫ്രണ്ടായി മാറുകയാണ്. അപ്പം അവർക്ക് നല്ലൊരു നെറ്റ്വർക്കിംഗ് കിട്ടുകയാണ്. അപ്പോൾ എപ്പോഴും വിജയിച്ച നല്ല പോസിറ്റീവായ ആളുകളോട് കൂടെയുള്ള സഹവാസം വേണം. നമ്മൾ ഭയങ്കര കഴിവാണ്, പക്ഷെ നമ്മളത് നിരുത്സാഹപ്പെടുത്തുന്ന ഒരു കൂട്ടത്തിൻ്റെ കൂടെയാണോ നമ്മൾ നടക്കുന്നത്, നമ്മൾ വളരില്ല. കാരണം ഇത് നമ്മളിലേക്ക് ഇങ്ങനെ അടിച്ച് വീശിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ ഈ നെഗറ്റീവ്. അപ്പം നല്ല ആളുകളോട് കൂടെയുള്ള ഒരു സഹവാസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തത്, സെയിൽസ് ഒരു ചാലഞ്ചിങ് ജോബാണ്. നമ്മുടെ എനർജി ലെവൽ കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മളൊരു ക്ലയൻസിൻ്റെ അടുത്തേക്ക് വരുമ്പം നമ്മുടെ ശരീരഭാഷയിൽ തന്നെ അവർക്കൊരു കോൺഫിഡൻസ് വരാനുണ്ട്. ഇപ്പം നമ്മുടെ അപ്പിയറൻസിൽ, നമ്മുടെ എനർജിയിലാണ് നമ്മുടെ ക്രെഡിബിലിറ്റിയുടെ ഒരു നല്ല ഭാഗം കിടക്കുന്നത്. അപ്പോൾ നമ്മൾ സ്മാർട്ടായിരിക്കണം, കോൺഫിഡൻ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ അവിടേക്ക് പോകുമ്പം നമുക്ക് എപ്പോഴും നമ്മളെക്കുറിച്ച് നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് ഇഷ്ടപ്പെടുക? അപ്പം ഒരാൾ ഇപ്പോൾ ഒരു പെൺകുട്ടിയെ ഒരുത്തിന് ഇഷ്ടമാണെങ്കിൽ അവൻ അവളെ എന്തുമാത്രം ഇഷ്ടമായിരിക്കും, അവൻ എന്തുമാത്രം സ്നേഹമായിരിക്കും അവളോട്. ഇതേപോലെ നമുക്ക് നമ്മോടാ ഇഷ്ടം തോന്നണം, നമുക്ക് നമ്മോടാ സ്നേഹം തോന്നണം. ഞാൻ ഉഷാറാണ്, എന്നെക്കൊണ്ടത് പറ്റുന്നവനാണ് എന്ന ഒരു കോൺഫിഡൻസ്, ആ ഒരു എനർജി ലെവല് സെയിൽസിൽ വളരെ പ്രധാനമാണ്. നമ്മളൊരു ഫോൺ ഇങ്ങനെ വിളിക്കുമ്പം ഹലോ എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പം അതേസമയം ഹലോ അൻസാർ മുഹമ്മദ് വിത്ത് യു എന്ന് പറയുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് ലെവലുണ്ടല്ലോ, ആ ഒരു എനർജിയാണ് നമുക്ക് വേണ്ടത്. കസ്റ്റമർ എപ്പോഴും നോക്കുന്നത് ആ ഒരു എനർജിയാണ്. അത് നമ്മുടെ ക്രെഡിബിലിറ്റി കൂട്ടും, നമ്മുടെ കോൺഫിഡൻസ് കൂട്ടും, നമ്മളോടുള്ള പെരുമാറ്റത്തിൽ അവരുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കും. നമ്മളോട് നല്ല ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് അവർ വരും, നല്ല റാപ്പോ ബിൽഡ് ചെയ്യും. അതിനൊക്കെ നമുക്ക് ഈ ഒരു എനർജി ലെവല് നമുക്ക് കീപ്പ് ചെയ്യണം. അടുത്ത അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ എത്ര കേട്ടതാ, വിഷ്വലൈസ് ചെയ്യണം, അങ്ങനെ കാണണം, സ്വപ്നം കാണണം. എന്നാൽ ഈ കുറ്റം പറയുന്ന ആളുകൾ ഇത് ചെയ്യുന്നുണ്ടോ? ഇത് ചെയ്ത് നോക്കിയവനല്ലേ ഇതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും വിഷ്വലൈസ് ചെയ്യണം. നമുക്ക് വർക്കുകൾ വരാനുണ്ട്, ആ ആത്മവിശ്വാസം അതാണ്. എനിക്ക് ക്ലയൻസ് കിട്ടും, അവിടെ പോയാൽ ആ ബിസിനസ് കിട്ടും, ഞാൻ നാളെ ഉഷാറായിരിക്കും, ഞാൻ ഒരുപാട് ബിസിനസ് കൊണ്ടുവരും, എനിക്ക് ഒരുപാട് കമ്മീഷൻ കിട്ടും, എൻ്റെ വീട് ഇന്ന വീടായിരിക്കും, ഞാൻ ട്രാവൽ ചെയ്യുന്ന കാർ ഇതായിരിക്കും, എൻ്റെ സ്വപ്നങ്ങൾ ഇതൊക്കെയാണ്, എനിക്ക് ലോകത്തിൻ്റെ ഇന്ന ഭാഗങ്ങളിൽ സഞ്ചരിക്കണം, അപ്പോൾ എനിക്ക് സെയിൽസ് കിട്ടും, ഞാൻ സെയിൽസ് ഉഷാറാണ്, എനിക്ക് സെയിൽസ് നല്ല സ്കില്ലുണ്ട്, എനിക്ക് ഏത് ഡീലും ക്ലോസ് ചെയ്യാൻ പറ്റുന്നവനാണ്, ഏത് നെഗോഷിയേഷനും വളരെ പെർഫോം ചെയ്ത് നെഗോഷിയേറ്റ് ചെയ്ത് നമുക്ക് അനുയോജ്യമായ രൂപത്തിൽ ബിസിനസ് കൊണ്ടുവരാൻ നമുക്ക് പറ്റും എന്ന ഒരു കോൺഫിഡൻസ്, അത് വിഷ്വലൈസ് എന്നാണ് കിട്ടുന്നത്. എല്ലാം ശുഭകരമായി സംഭവിക്കുമെന്ന ഉറച്ച വിശ്വാസം, അതാണ് വിഷ്വലൈസേഷൻ. അല്ലാതെ വരുന്നിടത്ത് വെച്ച് വരട്ടെ എന്ന് വെച്ചാൽ ആ വരുന്നിടത്ത് വെച്ചേ വരുള്ളൂ. നമ്മുടെ ഭാവി നമ്മളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മുടെ വിജയങ്ങൾ നമ്മളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മളാണ് അത് ഡിസൈൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇപ്പോൾ എന്താണോ കാണാൻ പറ്റുന്നത് അതേ നാളെ സംഭവിക്കും. അപ്പം അത് വിഷ്വലൈസ് ചെയ്യാൻ, അത് എൻജോയ് ചെയ്യുന്നത് വിഷ്വലൈസ് ചെയ്യാൻ, ഡെയിലി കിട്ടുന്നത് വിഷ്വലൈസ് ചെയ്യാൻ ഇതിന് കുറച്ച് സമയം നമ്മൾ കാണണം. നമ്മളൊരു കസ്റ്റമറെ മീറ്റ് ചെയ്യാൻ പോകുമ്പം നമ്മൾ വിഷ്വലൈസ് ചെയ്യണം, ഇത് നല്ല ഒരു മീറ്റിംഗ് ആയിരിക്കും, അവർക്ക് എന്നെ ഇഷ്ടപ്പെടും, നമ്മുടെ പ്രോഡക്റ്റ് ഇഷ്ടപ്പെടും, അവർ നമ്മുടെ ക്ലയൻ്റായി മാറും, നമ്മുടെ കസ്റ്റമറായി മാറും എന്നുള്ള ഒരു വിശ്വാസം, അതാണ് വിഷ്വലൈസേഷൻ. അപ്പം അതാണ് അത്. അടുത്ത ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് സെൽഫ് ടോക്കാണ്. നമ്മളെക്കുറിച്ച് പോസിറ്റീവായിട്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കണം, അതാരും കേൾക്കണ്ട. ഇനി ഒരു കാര്യം പറഞ്ഞുതരാം, നോക്കുമ്പോൾ നമ്മളിങ്ങനെ നമ്മളെക്കുറിച്ച് നമ്മൾ ഉഷാറാണ്, എനിക്ക് എന്നെ ഇഷ്ടമാണ്, ഞാൻ അടിപൊളിയാണ്, ഞാൻ ഗുഡാണ്, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഇപ്പം എന്താണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ 24 മണിക്കൂറും നമ്മളിങ്ങനെ പലതും നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്.
വെറുതെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഇപ്പം വരുന്ന ചിന്ത എന്താണ്? അപ്പം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പം ആ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അധികവും ആവശ്യമില്ലാത്ത കമ്മ്യൂണിക്കേഷനാണ്. അത് എന്നെ പറ്റില്ല, ഞാൻ അങ്ങനെയാണ്, എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല, എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ ജോലി ഇങ്ങനെ, എൻ്റെ ബോസ് ഇങ്ങനെ, ആ ചെങ്ങായി മാനേജർ ഉണ്ടല്ലോ, ഓ അവനെ സഹിക്കാൻ പറ്റില്ല, എൻ്റെ ഒരു ഗതികേട്, എന്നെ എന്തിനാ പഠിച്ചു ഇങ്ങനെ ആക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. അതേസമയം ഞാൻ ഉഷാറാണ്, എനിക്ക് നല്ല ജോലിയുണ്ട്, എനിക്ക് വിജയിക്കാൻ പറ്റും, എനിക്ക് എന്നെ ഇഷ്ടമാണ്, ഞാൻ പോയാൽ ആ ബിസിനസ് കിട്ടും, ഞാൻ ബിസിനസ്സിൽ കൂടുതൽ പഠിക്കാൻ എനിക്ക് പറ്റും, ഞാൻ ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ ഓരോ ദിവസവും ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നു. എന്ത് മാറ്റമുണ്ട്? നമ്മുടെ എനർജി ലെവൽ തന്നെ മാറിയില്ലേ? അപ്പം പോസിറ്റീവ് സെൽഫ് ടോക്ക് വളരെ പ്രധാനമാണ് സെയിൽസിൽ. കാരണം ഇതൊരു ചാലഞ്ചിങ് ആണ്. ചില ആളുകൾ നമുക്ക് വർക്ക് തരില്ല, ചില ആളുകൾ പറയും സോറി ഐ ഡോണ്ട് വാണ്ട് യുവർ പ്രൊഡക്റ്റ് എന്ന് പറയും. അങ്ങനെയൊക്കെ പറയാം, നമ്മളെ മുഖത്ത് അടി കിട്ടിയ പോലെ ആയിരിക്കും. പക്ഷേ നമ്മൾ തളരില്ല, നമ്മൾ സെൽഫ് പോസിറ്റീവ് ടോക്ക്, അതിലാണ് ഒരു സെയിൽസ്മാൻ്റെ വിജയം. ഇനി അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇതൊക്കെയുണ്ട്, നമ്മൾ വളരെ സീരിയസ് ആണ്, നമ്മളെ സ്കില്ലുകൾ, മോശമായ സ്കില്ലുകൾ ഇമ്പ്രൂവ് ചെയ്യേണ്ട സ്കില്ലുകൾ ഏതാണെന്ന് നമ്മൾ കണ്ടെത്തി, നമ്മൾ നല്ല ആളുകളോട് കൂടെ സഹവാസം വന്നു, നമ്മുടെ എനർജി ലെവലൊക്കെ ഉഷാറാക്കി എടുത്തു, നമ്മൾ ടോപ്പിലെത്തുന്ന വിഷ്വലൈസേഷൻ നമ്മൾ നടത്തി, നമ്മൾ പോസിറ്റീവായ സെൽഫ് ടോക്ക് നമ്മൾ നടത്തി. ഇനി വേണ്ടത് ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. പോസിറ്റീവ് ആക്ഷൻ ടുവാർഡ്സ് യുവർ ഗോൾ. ആക്ഷൻ എടുത്തുകൊണ്ടേയിരിക്കണം, മാസീവായ കൺസിസ്റ്റൻ്റ് ആക്ഷൻ എടുത്തുകൊണ്ടേയിരിക്കണം. ആക്ഷൻ നമ്മൾ എടുക്കുന്നില്ല എങ്കിൽ ഞാൻ ഈ പറഞ്ഞ 6 സ്റ്റെപ്പും വെറുതെ. ആക്ഷൻ എടുക്കണം. ഇന്ന് എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ചെയ്യണം, അങ്ങനെ നാളെയും ചെയ്യണം, മറ്റന്നാളും ചെയ്യണം. ഒന്നും ചെയ്യാത്ത, ഒരു പേജ് പോലും വായിക്കാത്ത, ഒരു കോൾ പോലും ചെയ്യാത്ത, ഒരു കസ്റ്റമർ പോലും കോണ്ടാക്ട് ചെയ്യാത്ത, നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരു വട്ടം പോലും നോക്കാതെ നമ്മുടെ ദിവസങ്ങൾ കഴിഞ്ഞു പോകരുത്. എൻ്റെ അടുത്ത ബിസിനസ് എവിടെ നിന്ന് വരും എന്ന് ചിന്തിക്കാത്ത ഒരു ദിവസം നമ്മുടെ ഈ ബിസിനസ്സിൽ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ സെയിൽസിൽ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. എന്നും മാസീവ് കൺസിസ്റ്റൻ്റ് ആക്ഷൻ നമ്മൾ എടുക്കണം. അപ്പം സെയിൽസ് പഠിക്കണം, സെയിൽസിൻ്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം, നല്ലൊരു മെൻറ്റേഴ്സിനെ കണ്ടെത്തണം, നല്ല ഐഡിയാസ് കണ്ടെത്തണം, നല്ല സ്ട്രാറ്റജി ഉണ്ടാക്കണം. ഇങ്ങനെ ആക്റ്റീവ് ആയിക്കൊണ്ടേയിരിക്കണം. അത് നമ്മുടെ എനർജി ലെവൽ കൂട്ടും, നമുക്ക് വിജയിക്കാൻ പറ്റും. അപ്പം ഇതാണ് ഒരു സെയിൽസ്മാൻ അല്ലെങ്കിൽ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഒരു ബിസിനസ് മാൻ സെയിൽസ് ഉഷാറാക്കി എടുക്കാൻ വേണ്ടിയുള്ള 7 പ്രധാനമായ പ്രാക്ടിക്കൽ സീക്രട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതൊക്കെ നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ ട്രെയിനിങ്ങുകളിൽ പറഞ്ഞു കൊടുക്കുകയും നമ്മൾ ജീവിതത്തിൽ പകർത്തുകയും നമുക്ക് ജീവിതത്തിൽ റിസൾട്ട് കിട്ടുകയും ചെയ്ത 7 പ്രധാനമായ കാര്യങ്ങളാണ് പറഞ്ഞത്. വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.